ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തു സഫിലെ ആദ്യത്തെ 4 ആയത്തുകളാണ് നമ്മൾ പുതിയ പാഠമായിട്ട് എടുത്തിട്ടുള്ളത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആദ്യ വചനത്തിൽ അഹ്കാമുകളായിട്ട് നൂൻ സാക്കിന, തൻവീൻ, മീം സാക്കിന, മുദൂദ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ അക്ഷരങ്ങളുടെ ഉച്ചാരണം ക്ലിയർ ആയിരിക്കണം, ശരിയായിരിക്കണം. മഖാരിജ്, സിഫാത്ത് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തെറ്റുകൂടാതെ ഓതുക. രണ്ടാമത്തെ വചനത്തിൽ യാ അയ്യുഹ, അവിടെ മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘം നൽകൽ അനുവദനീയമാണ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. അടുത്ത വചനത്തിൽ മഖ്തൻ, ഖാഫിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ച് ഓതണം. മഖ്തൻ ഇൻദല്ലാഹ്, തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇൻദ, അതുപോലെ അൻ തഖൂലു, ഈ രണ്ട് പദത്തിലും സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. അടുത്ത വചനത്തിൽ ഇന്നല്ലാഹ, അതേപോലെ കഅന്നഹും, ഈ രണ്ട് പദത്തിലും നൂൻ മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. സഫൻ കഅന്നഹും, അവിടെ തൻവീനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. കഅന്നഹും ബുനിയാൻ, സാക്കിന മീം ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിക്കണം. ബുനിയാനും മർസൂസ്, തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇത്രയുമാണ് അഹ്കാമുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പൊതുവിൽ അക്ഷരങ്ങളുടെ തഫ്ഖീം, തർക്കീഖ് ശ്രദ്ധിച്ച് എല്ലാ അക്ഷരത്തിനും അതിന് നൽകപ്പെടേണ്ടതായ ശരിയായ ഉച്ചാരണം, മഖ്റജിൽ നിന്നുമുള്ള ഉച്ചാരണവും അതുപോലെ സിഫാത്തും ശ്രദ്ധിച്ചുകൊണ്ട് ഭംഗിയായി ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ كبر مقتا عند الله أن تقولوا ما لا تفعلون إن الله يحب الذين يقاتلون في سبيله صفا كأنهم بنيان مرصوص. السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى. സൂറത്തു സഫിലെ 5-6 ആയത്തുകളാണ് നമ്മളെ പുതിയ പാഠമായി എടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ലിഖൗമിഹി യാ ഖൗമി, ലിഖൗമിഹി എന്ന ഹൗദമീറിൻ്റെ ദീർഘം നമ്മൾ പഠിച്ചതാണ്. മദ്ദുസ്സിലത്തി സുഗ്റ, അവിടെ കൂടുതൽ ദീർഘിപ്പിക്കേണ്ടതൊന്നുമില്ല. ഹൗദമീറിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ ലിഖൗമി എന്ന് സുക്കൂൻ നൽകണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വഖദ് തഅലമൂന, അവിടെ ദാലിനെ തായിൽ പൂർണ്ണമായും ലയിപ്പിക്കുന്നു. ഇദ്ഗാമുൽ മുതജാനിസൈനി സഗീർ എന്ന ലയിപ്പിക്കൽ നൽകണം. അന്നി, അതുപോലെ ഫലമ്മ, ഈ രണ്ട് പദത്തിലുമുള്ള നൂൻ മുഷദ്ദദ, മീം മുഷദ്ദദ, ഇത് രണ്ടും മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സഅഗൂ അസാഗല്ലാഹ്, മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘം നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അടുത്ത വചനത്തിൽ യാ ബനീ ഇസ്രായീല, ഇവിടെ 2 ദീർഘങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘം തന്നെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്, യാ ബനീ എന്നത്. എന്നാൽ ഇസ്രായീല
ഇത് മദ് മുത്തസിൽ വാജിബ് എന്നാണ്. ഒറ്റ പദത്തിൽ ഹംസയും ഹർഫുൽ മദ്ദും, അതായത് ഇസ്രാ എന്ന അലിഫും ശേഷം ഹംസയും ചേർന്ന് വന്നു. അതുകൊണ്ട് 4 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഇന്നി നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇലൈക്കും മുസദ്ദിഖ, മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് സാക്കിന മീമിനെ ഇദ്ഗാം ഷഫവി നൽകി മണിക്കണം. മുസദ്ദിഖൻ ലിമ, തൻവീൻ ശേഷമുള്ള ലാമിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ നൽകി മണിക്കാതെ ലയിപ്പിക്കുക. മുബശ്ശിറൻ ബി റസൂൽ, അതുപോലെ മിൻ ബഅദി, ഈ 2 സ്ഥലത്തും സാക്കിന നൂനും തൻവീനും ഇഖ്ലാബ് ചെയ്ത് സാക്കിന മീമിൻ്റെ ശബ്ദം നൽകി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫലത്തിൽ സാക്കിന മീമിൻ്റെ ഹുക്മായ ഇഖ്ഫ ഷഫവി എന്ന അവ്യക്തമാക്കി മണിക്കുക എന്ന നിയമം അനുസരിച്ചുകൊണ്ട് മുബശ്ശിറൻ ബി റസൂൽ മിൻ ബഅദി എന്ന് ഉച്ചരിക്കുക. ഇസ്മുഹു അഹ്മദ്, ഈ ദീർഘത്തിൻ്റെ പേര് മദ്ദുസ്സിലത്തിൽ കുബ്ര എന്നാണ്. ദുസ്സില തവീല എന്നും പറയപ്പെടും. എന്തായാലും മദ് മുൻഫസിലിൻ്റെ വിധി തന്നെ. അവിടെ 4 5 ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടൽ ജായിസാണ്, അനുവദനീയമാണ്. അഹ്മദ് വഖഫ് ചെയ്യുമ്പോൾ ദാലിനെ കേൾപ്പിച്ചുകൊണ്ട് ഖൽഖല ചെയ്ത് സുക്കൂൻ വ്യക്തമാക്കി ഉച്ചരിക്കണം. അഹ്മദ് ദ് എന്ന് കേൾപ്പിക്കണം. ഫലമ്മ മീം മുഷദ്ദദ മണിക്കണം. ജാഅഹും മുത്തസിൽ വാജിബ്, ദീർഘം നിർബന്ധമായി നീട്ടണം. ജാഅഹും ഹും ബിൽ ബയ്യിനാത്ത്, ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിക്കണം. സിഹ്റും മുബീൻ, തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. أعوذ بالله من الشيطان الرجيم. وإذ قال موسى لقومه يا قوم لم تؤذونني وقد تعلمون أني رسول الله إليكم فلما زاغوا أزاغ الله قلوبهم والله لا يهدي القوم الفاسقين. وإذ قال عيسى ابن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين. السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه. ഇന്ന് നമ്മൾ പുതിയ പാഠമായി എടുത്തിട്ടുള്ളത് 7, 8, 9 ആയത്തുകളാണ്. സൂറത്തു സഫിലെ വമൻ അഗ്ലമു മുതൽ ഉള്ള 3 ആയത്തുകൾ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വമൻ അഗ്ലമു അവിടെ അല്പം പോലും മണിക്കരുത്. സാക്കിന നൂനെ ഇൽഹാർ ചെയ്ത് ഉച്ചരിക്കണം, വെളിവാക്കണം. ഇൽഹാർ ഹൽഖി എന്നാണ് അതിന് പേര് പറയുക. വമൻ അഗ്ലമു മിമ്മൻ ഇഫ്തറ, ഷദ്ദുള്ള മീമിനെ മണിക്കണം. ഇഫ്തറാ അലല്ലാഹിൽ കദിബ വഹുവ യുദ്ആ, ദാലിൻ്റെ സുക്കൂൻ ഖൽഖല ചെയ്ത് വ്യക്തമാക്കുക. യുദ്ആ നീട്ടണം, അവിടെ മദ് മുൻഫസിൽ ജായിസ്.
4 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമദ്ദാലിമീൻ. യുരീദൂന ലിയുത്ഫിഉ, ത്വാഇന് ഖൽഖല കൊടുക്കണം, വ്യക്തമാക്കി സുക്കൂൻ ചലിപ്പിച്ചുച്ചരിക്കുക. ബിഅഫ്വാഹിഹിം, അവിടെ സാക്കിന മീമിനെ മണിക്കാതെ വെളിവാക്കണം, ഇൽഹാർ ഷഫവി നൽകി. വല്ലാഹു മുതിമ്മു നൂരി, ശദ്ദുള്ള മീമിനെ മണിക്കുക. അടുത്ത ആയത്തിൽ ഹുവല്ലദീ അർസല, മദ് മുൻഫസിൽ ജായിസ്, 4 5 ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടൽ അനുവദനീയമാണ്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, പ്രത്യേകിച്ച് വേറെ അഹ്കാമുകളൊന്നുമില്ല. മൊത്തത്തിൽ എല്ലാ ആയത്തുകളിലുമുള്ള തഫ്ഖീം തർക്കീഖിൻ്റെ അക്ഷരങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് വ്യക്തമായി ഉച്ചരിക്കണം. തഫ്ഖീമിൻ്റെ അക്ഷരങ്ങൾക്ക് മാത്രം തഫ്ഖീം, തർക്കീഖിൻ്റെ അക്ഷരങ്ങൾക്ക് മാത്രം തർക്കീഖ്, അത് ശ്രദ്ധിക്കുക. അക്ഷരങ്ങൾ എല്ലാം അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്നും മൊഴിയണം എന്നതും സൂക്ഷിക്കേണ്ടതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ومن أظلم ممن افترى على الله الكذب وهو يدعى إلى الإسلام والله لا يهدي القوم الظالمين. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون.